നമ്മുടെ അലിഗേറ്റർകാരന് നല്ലൊരു പണി വന്നിട്ടുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് ഇപ്പോൾ ആൾ കുഴപ്പമൊന്നുമില്ലാതെ ഓക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. സംഭവം എന്താണ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളിയാഴ്ച ഞാൻ വാട്ടർ ചേഞ്ച് കൊടുത്തതാണ്. അപ്പോൾ സാധാരണ വെള്ളിയാഴ്ച തന്നെ ഞാൻ ഫീഡിങ്ങും ചെയ്യാറുണ്ട്. അപ്പോൾ സാധാരണ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് രാവിലെ മോർണിംഗ് ടൈമിലാണ്. അപ്പോൾ മോർണിംഗ് ടൈമിൽ ഒരു 12 മണിയോട് കൂടിയൊക്കെ നമ്മൾ വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫീഡ് ചെയ്യാറുണ്ട്. സാധാരണ നമ്മളിതിൻ്റെ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത് വെള്ളിയാഴ്ചകളിലാണ്. അപ്പോൾ ഈ വെള്ളിയാഴ്ച നമ്മൾ മാറ്റിയാൽ നമ്മൾ അടുത്ത വെള്ളിയാഴ്ചയാണ് മാറുന്നത് വാട്ടർ ചേഞ്ച് ചെയ്യുന്നത്. ഇതിൻ്റെ വെള്ളം അങ്ങനെ മോശമാവാറൊന്നുമില്ല. ഈവൻ അടുത്ത വെള്ളിയാഴ്ച നമ്മൾ വാട്ടർ ചേഞ്ചിൻ്റെ സമയത്ത് നോക്കിയാൽ ഇതുപോലെ തന്നെ വെള്ളം ക്ലിയർ ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. അടിഭാഗത്ത് കുറച്ച് വേസ്റ്റ് കിടക്കുന്നുണ്ടായിരിക്കും, അത്രമാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ വെള്ളിയാഴ്ച എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്തു രാവിലെ. പക്ഷേ രാവിലെ നമ്മൾ ഫീഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയില്ല, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫീഡ് ചെയ്തത് ഈവനിങ് ടൈമിലായിരുന്നു. അതായത് ഒരു 6 മണി 5 മണി അതിൻ്റെ ഇടയിലായിരുന്നു ഞാൻ ഫീഡ് ചെയ്തത്. അതായത് വെളിച്ചം കുറഞ്ഞിങ്ങനെ ഇരുട്ടായി വരുന്ന സമയത്താണ് ഞാൻ ഫീഡ് ചെയ്തത്. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ മോർണിംഗിലാണ് വാട്ടർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഫീഡ് ചെയ്യാറുള്ളത്. അതായത് ഇതുപോലെ മോർണിംഗ് ടൈമിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് എയറേഷനൊക്കെ കൊടുക്കാറുണ്ട് ഞാൻ മോർണിംഗിൽ. അപ്പോൾ എയറേഷൻ ഓൺ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഫീഡ് ചെയ്യാറുള്ളത്. മീൻ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്താണ് ഫീഡ് ചെയ്യാറുള്ളത്. ഇങ്ങനെ ഈവനിങ് ടൈമിൽ ഞാൻ ചെയ്യാറില്ല. സാധാരണ ഈവനിങ് ടൈം നമുക്കറിയാമല്ലോ, കുറച്ചൊക്കെ മീനുകൾ ഡോർമെൻ്റ് ആയിട്ട് നിൽക്കുന്നത്, അതൊക്കെ ആക്റ്റീവ് അല്ലാണ്ട് നിൽക്കുന്ന ഒരു സമയമാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ ഫീഡ് ചെയ്യുന്നത് ചിക്കനാണ്. ആഴ്ചയിൽ 2 തവണയാണ് ഫീഡ് ചെയ്യുന്നത്. തിങ്കളും വെള്ളിയാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. ചിക്കൻ എല്ലാവർക്കും അറിയാം, കുറച്ച് റിസ്ക് ഉള്ള ഫുഡാണ്. എങ്കിൽ പോലും നമ്മൾ ഓവറായിട്ടൊന്നും ഫീഡ് ചെയ്യാറില്ല. ഇത് നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. അത്യാവശ്യം ഗ്രോത്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്രോത്ത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു പണി കിട്ടിയത്. അപ്പോൾ എന്തായാലും ആ ഉണ്ടായ സംഭവവും ഈ ഗ്രോത്ത് അപ്ഡേറ്റും എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ഈവനിങ്ങിൽ ഫീഡ് ചെയ്യാണ് ചെയ്തത്. ഈവനിങ്ങിൽ ഫീഡ് ചെയ്ത് ഞാൻ പോയി. പിന്നെ പിറ്റേ ദിവസം രാവിലെ വന്ന് നോക്കുമ്പോൾ എന്താണ് സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ വെള്ളം മൊത്തം അങ്ങനെ കലങ്ങിയിട്ടുണ്ട്. അതായത് കുറച്ച് ക്ലൗഡി ആയിട്ടുണ്ട്. ഇത് കഴിച്ച ഫുഡ് ഫുള്ള് പുറത്തേക്ക് തള്ളിയിട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് പീസുകളായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പീസ് മൊത്തം പുറത്തേക്ക് തള്ളിയിട്ടിട്ടുണ്ട്. മീനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്ട്രെസ്സ് കാണിക്കുന്നുണ്ട്. അടിയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെപ്രാളം പിടിച്ച് നീങ്ങുന്നുണ്ട്, വെട്ടുന്നുണ്ട്. മുകളിൽ ഫ്രീക്വൻ്റ് ആയിട്ട് വന്ന് എയർ എടുക്കുന്നുമുണ്ട്. സംഭവം എന്തോ പെശക് പറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് അപ്പം തന്നെ മനസ്സിലായി. ഒന്നും നോക്കിയില്ല, നമ്മൾ വേറൊരു ബക്കറ്റ് എടുത്തുകൊണ്ട് വന്ന് ഫ്രഷ് വെള്ളം നിറച്ച് അതിലേക്ക് ഞാൻ ഇതിനെ പെട്ടെന്ന് തന്നെ പിടിച്ച് മാറ്റി. അതിലേക്ക് ഞാൻ പിടിച്ച് മാറ്റിയതും ഇത് നേരെ എന്താ പറയുക അപ്സൈഡ് ഡൗൺ ആയി. അതായത് പെട്ടെന്ന് തന്നെ അൺകോൺഷ്യസ് ആയി. ഞാൻ നോക്കുമ്പോൾ അത് അനക്കവും കാര്യങ്ങളൊന്നുമില്ല. നോക്കുമ്പോൾ പെട്ടെന്ന് ഡെഡായ പോലെ എനിക്ക് തോന്നി. പക്ഷേ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്ക് അത് അനങ്ങുന്നുണ്ട്, അതിൻ്റെ വായയുടെ ഭാഗത്ത് അനങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിനെ മലർത്തി പിടിച്ച് അതിൻ്റെ വയർ ഭാഗത്ത് എന്തെങ്കിലും ഫുഡ് ഇങ്ങനെ സ്റ്റക്ക് ആയിരിക്കുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തു. നമ്മൾ CPR ഒക്കെ ചെയ്യുന്ന പോലെ ജസ്റ്റ് എന്തെങ്കിലും സ്റ്റക്ക് ആയിരിക്കണമെങ്കിൽ അത് വായ കൂടെ പുറത്തേക്ക് പോകുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വയർ ഭാഗത്തൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തു, മലർത്തി പിടിച്ച്. ആ സമയത്ത് തന്നെ പെട്ടെന്ന് അത് വായ തുറന്ന സമയത്ത് വായിലുള്ളിൽ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി, അതിനകത്ത് എന്തെങ്കിലും വായ്ക്കകത്ത് എന്തെങ്കിലും കുടുങ്ങിയിരിക്കുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല, വയറുഭാഗത്തും ഒന്നും ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല. ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് വെള്ളത്തിലേക്ക് ഒന്ന് വെച്ചപ്പോൾ അത് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു. എന്നിട്ട് നോർമലായിട്ട് നിൽക്കാൻ തന്നെ തുടങ്ങി. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് വെള്ളം ഇട്ടൊന്ന് കലക്കി ഒന്ന് ആളെ ഒന്ന് ഉഷാറാക്കാനായിട്ട് നോക്കി. ആൾ കുറച്ച് നേരം കൊണ്ട് പെട്ടെന്ന് ആക്റ്റീവായി. എങ്കിലും പഴയ പോലത്തെ ആ സംഭവം ഒന്നും വിട്ടുപോയില്ല. ബക്കറ്റിനകത്താണ്, നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, നമ്മളൊരു ബക്കറ്റിനകത്തേക്ക് മാറ്റിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തതിന് ശേഷവും ബക്കറ്റിനകത്ത് പുള്ളിക്കാരൻ കുറച്ച് സ്ട്രെസ്സിൽ തന്നെയായിരുന്നു. ഇടയ്ക്ക് വന്ന് ബബിൾസ് എടുക്കുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് വെട്ടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. എന്നാൽ മുമ്പത്തെ പോലെ, അതായത് ഈ ക്രേറ്റിനകത്ത് കിടന്നിരുന്ന സമയത്ത് കാണിച്ചിരുന്ന പോലെ അപ്പോൾ പിന്നെ കാണിക്കുന്നില്ല. നമ്മളൊന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ ഈ ക്രേറ്റിനകത്ത് കിടന്ന കംപ്ലീറ്റ് വേസ്റ്റും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റി ഫ്രഷ് വെള്ളം അടിച്ച് നിറച്ച് അതിലേക്ക് ഒരു പിടി സോൾട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇത് എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമല്ലാന്ന് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു. എങ്കിലും നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്ത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ട് ഇനി വേറെ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ എയറേഷനും ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഫ്രഷ് വെള്ളമാക്കി, ആംബിയൻസ് ഒക്കെ നല്ല ഫ്രഷാക്കി, വെള്ളവും അതുപോലെ സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്ത് വെള്ളം ഫ്രഷ് നിറച്ചു. പിന്നെ നമ്മൾ എയറേഷനും ഓൺ ചെയ്തിട്ടു. അതിന് ശേഷമാണ് നമ്മൾ ബക്കറ്റിൽ നിന്ന് അങ്ങനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ക്രേറ്റിലേക്ക് തിരിച്ച് ഞാൻ ഇട്ടത്. അപ്പോൾ ആ ബക്കറ്റിൽ അത് ഇരുന്നിരുന്ന പോലെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇതിലേക്ക് മാറ്റിയതിന് ശേഷം കാണിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും നമ്മൾ ഫ്രഷ് ഒരു ആംബിയൻസ് സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ പഴയ പോലത്തെ ഒരു സംഭവം അത് കാണിക്കുന്നില്ല. ഞാനിത് ചെയ്തത് ഒരു ഉച്ച സമയത്താണ്. അപ്പോൾ ഞാൻ ഫീഡ് ചെയ്യാനായിട്ട് സാറ്റർഡേ വന്ന സമയത്താണ് ഞാനിത് കാണുന്നത്. അപ്പോൾ ഫീഡിങ് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് വന്നാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഇടയ്ക്ക് വന്ന് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു, എങ്കിലും പുള്ളിക്കാരനകത്ത് ആക്റ്റീവ് അല്ല, മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ഇത് റിക്കവർ ആവും എന്നുള്ളത്. അതായത് സൺഡേ മോർണിംഗ് നമ്മൾ നോക്കുമ്പോൾ എന്താണ് സീൻ എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ സൺഡേ മോർണിംഗ് നമ്മൾ വന്ന് നോക്കുമ്പോൾ അത് ഡെഡായി പോയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഊഹം എന്ന് പറയുന്നത്. മുമ്പത്തെ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇത് റിക്കവർ ആയി എങ്കിലും, അതായത് നമ്മൾ ഈ ഒരു ക്രേറ്റിൽ നിന്ന് എടുത്ത് നമ്മൾ ബക്കറ്റിലേക്ക് ഇട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഒക്കെ കൊടുത്തപ്പോൾ കുറച്ച് ആക്റ്റീവ് ആയെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഫ്രഷ് വെള്ളവും കാര്യങ്ങളൊക്കെ നിറച്ചിട്ടാണ് ഈ ഒരു ക്രേറ്റിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചിട്ടത്. അപ്പോഴും അത് ഫുള്ളി ആക്റ്റീവ് ആയിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഡൗട്ട്, നെക്സ്റ്റ് ഡേ മോർണിംഗ് വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ സൺഡേ മോർണിംഗ് വന്ന് നോക്കുമ്പോൾ പുള്ളിക്കാരന് യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഞാൻ ഞായറാഴ്ച രാവിലെ എടുത്ത ഫൂട്ടേജാണ്.
ആൾ ഫുള്ളായിട്ട് റിക്കവർ ആയിട്ടുണ്ട്. മുമ്പ് ചെയ്ത പോലെ, അതായത് സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ട് അടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് ഒരുമാതിരി വെപ്രാളം പിടിച്ച് മൂവ് ചെയ്യുന്ന പോലെ ആ മൂവ്മെൻറ്റുകളൊന്നുമില്ല. അതുപോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് എയർ എടുക്കുന്നുണ്ടായിരുന്നു മുകളിൽ വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട്. ആ എയർ എടുക്കലും കാര്യങ്ങളൊക്കെ നിന്ന് പഴയ പോലെ ആ ഒരു പഴയ സ്റ്റേജിലേക്ക് തന്നെ പുള്ളിക്കാരൻ കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇത് ഒരു മിറാക്കുലസ് കംബാക്ക് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരുന്ന് ഓൾമോസ്റ്റ് ഡെഡായി പോയ ഒരു സാധനമാണ് ബക്കറ്റിനകത്ത് വെച്ച്. എന്നിട്ട് പെട്ടെന്ന് നമ്മളൊരു എന്താ പറയുക, ഒന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് സാധനത്തിന് വെള്ളത്തിൽ വെച്ചപ്പോൾ തിരിച്ചു വന്നു. പിന്നെ നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ മാറ്റി, വെള്ളവും കാര്യങ്ങളൊക്കെ മാറ്റി സോൾട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്തപ്പോഴും പുള്ളിക്കാരൻ ഫുള്ളി റിക്കവർ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ രാവിലെ വന്ന്, ഇന്ന് രാവിലെ, അത് ഞായറാഴ്ച രാവിലെ വന്ന് നോക്കുമ്പോൾ പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. എൻ്റെ ഒരു കണക്കുകൂട്ടൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഞായറാഴ്ച രാവിലെ വന്ന് നോക്കുമ്പോൾ ഇതിനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും എന്ന ഒരു ഊഹത്തിൽ തന്നെയായിരുന്നു ഞാൻ. കാരണം ഇത് ഓവറായിട്ട് തന്നെ സ്ട്രെസ്സ് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് ഡെഡായി പോകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വരെ വന്നപ്പോൾ എനിക്കിത് രക്ഷപ്പെടുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ പുള്ളിക്കാരൻ ഫുൾ ഹെൽത്തി ആയിട്ട് തന്നെ ലൈഫിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയില്ല. നമ്മൾ കൃത്യമായിട്ട് തന്നെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഫുഡിൻ്റെ ഇഷ്യൂ ആണെന്നാണ് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുക. പക്ഷേ ഫുഡിൻ്റെ ഇഷ്യൂ ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ആഴ്ചയിൽ 2 തവണയാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. ചിക്കനാണ് ഫീഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കുറച്ച് മാത്രമാണ് കൊടുക്കുന്നത്, ഓവറായിട്ടൊന്നും ഫീഡ് ചെയ്യുന്നില്ല. ഈ ഒരു ഇഷ്യൂ വരാനായിട്ട് ഞാൻ കാണുന്ന പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ടൈം മാറി കൊടുത്തതാണ് ഇഷ്യൂ ഉണ്ടാവാനായിട്ട് കാരണം എന്നാണ്. കാരണം ഞാൻ നല്ല ആക്റ്റീവായിട്ട് ഇത് നിൽക്കുന്ന സമയത്താണ് ഫീഡ് ചെയ്യാറുള്ളത്. പക്ഷേ അന്ന് ഞാൻ ഫീഡ് ചെയ്തത് ഒരു ഈവനിങ് ടൈമിലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അലിഗേറ്റർ കാറിൻ്റെ അപ്ഡേറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക.